ചെറുപുഴ കാരവക്കാട് മസ്ജിദിന്റെ കുറ്റിയടിക്കൽ കർമ്മം നടന്നു. ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. ചെറുപുഴ കാരവക്കാട് മുസ്ലിം ജമാഅത്തിന്റെ കീഴിൽ പുതുക്കിപ്പണിയുന്ന ചെറുപുഴ കാരവക്കാട് മസ്ജിദിന്റെ കുറ്റിയടിക്കൽ കർമ്മം നടന്നു. കുറ്റിയടിക്കൽ കർമ്മത്തിന് ഷാഫി തങ്ങൾ വളവട്ടണം നേതൃത്വം നൽകി. കൂടുതലായി സംസാരിക്കേണ്ട സമയമുള്ളവരും അല്ലാതെ ഈ ഒരു ചോദ്യത്തെ കബൂലാക്കുന്നതോടൊപ്പം തങ്ങൾ പറഞ്ഞതുപോലെ പരിശുദ്ധ രജതും ഈ പള്ളിയുമായി ബന്ധപ്പെട്ട് മഹാനായ സുൽത്താനും കൊണ്ട് ഹാജാ തങ്ങളുടെ ചാരത്ത് പോയി അവിടെ വെച്ച് ഏൽപ്പിച്ചിട്ടാണ് പ്രിയപ്പെട്ട അൻസാറ് ഈ വിഷയവുമായി ബന്ധപ്പെടുന്നത് തങ്ങളോട്. എന്തായാലും ഒരു ഹാജാ തങ്ങളുടെ മതത്തിൽ തീർത്തവും ഈ വിഷയത്തിലുണ്ടാകും. അടുത്ത റജബ് ആകുമ്പോഴേക്ക് തന്നെ മഹാനായ സയ്യിദുകളുടെ വാക്കുപോലെ ഈ പള്ളിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനുള്ള എല്ലാ വഴികളും നമുക്ക് തുറന്നു വരട്ടെ. മാത്രം പ്രാർത്ഥിക്കുന്നത് ചിത്രമാണ്. നമുക്ക് തങ്ങളെപ്പോലുള്ള നേതൃത്വം മഹാനായ സുൽത്താനുള്ള അതുപോലെ നമുക്ക് എപ്പോഴും നമ്മളെ ശാന്തരാക്കുന്ന, നമുക്ക് നല്ലത് മാത്രം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ റജബിൽ നിന്ന് രാവിലെ നമ്മൾ കേട്ടത് നമ്മുടെ കൽബിൽ ശുദ്ധീകരിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല തർക്കീയത്തിൻ്റെ മരുന്നാണ് മഹാനായ സയ്യിദിൻ്റെ വാക്ക്. നമ്മൾ കേട്ടത് ആരോടും ഉറപ്പില്ലാത്ത, ആരോടും പകയില്ലാത്ത, ആരോടും പകരം വീട്ടാത്ത നല്ല സ്വാഫായ കൽബിൻ്റെ ഉടമകളാകണം എന്ന ഏറ്റവും നല്ല സന്തോഷം മഹാനായ സുൽത്താനുലമ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടേയിരിക്കുന്നത് അതാണ്. ഇതാണ് നമ്മുടെ എല്ലാവരുടെയും വിജയം. അല്ലാഹു തആല നമുക്ക് അങ്ങനെ തന്നെ മുന്നോട്ട് പോകാൻ, നമ്മുടെ നേതൃത്വത്തിൻ്റെ കീഴിൽ നല്ല റാഹത്തോടെ പ്രവർത്തിക്കാനുള്ള തൗഫീഖ് അല്ലാഹു തആല നൽകട്ടെ. ഇതിനു വേണ്ടി സംസാരിക്കുന്നില്ല. അൽഹംദുലില്ലാ, ചെറുപുഴക്കാരെ സംബന്ധിച്ച് മാത്രമല്ല മലയോര മേഖലയിലെ പ്രാസ്ഥാനിക കുടുംബം എല്ലാവരും വളരെയേറെ സന്തോഷിക്കുന്ന പ്രസ്തുത മുഹൂർത്തത്തിലാണ് നമ്മൾ സംബന്ധിച്ചിരിക്കുന്നത്. അൽഹംദുലില്ലാ, രണ്ട് സന്തോഷങ്ങൾ നമുക്കുള്ളത്. ഒന്ന്, ഈ ഒരു പള്ളി പുനർനിർമ്മാണം നടക്കാൻ പോകുമ്പോൾ അടുത്ത റജബാകുമ്പോൾ സയ്യിദവകൾ പറഞ്ഞതുപോലെ അതിൻ്റെ ഉദ്ഘാടനം നമുക്ക് പോകുന്നു. ആ ഏറ്റെടുത്ത് ഉടനെ നമുക്ക് ഉണ്ടാക്കണം, പൊളിച്ചു പണി നിങ്ങൾ ഏറ്റെടുത്ത പോലെ ഉണ്ട്. പൂർണ്ണമായും പറയാത്തത് കൊണ്ടാണ് ഞാൻ ഉപയോഗിക്കുമ്പോൾ പറയാത്തത്. ഇൻഷാല്ല അറിഞ്ഞ ഉടനെ നിങ്ങൾ അറിയിക്കും. അവർക്ക് നമ്മൾ ഉണ്മയോടുകൂടി എന്ന് പറഞ്ഞ പോലെ ഉണ്മയോടെ ആനമാക്കാൻ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു. നമ്മൾ അതിൻ്റെ പേരിൽ പരിതപിച്ചിട്ടൊന്നും കാര്യമില്ല. അത് അള്ളാഹുവിൻ്റെ കലായിൽ എന്തെല്ലാം ഉണ്ടോ അതൊക്കെ നടക്കണം. അതാണ് അള്ളാഹിൻ്റെ തീരുമാനത്തിൻ്റെ അപ്പുറത്തിൽ ഒരാറാധനിമാ കളയിക്ക വല ഉപദ്രവിമാക്കട്ട നമ്മൾ പോയി ചൊല്ലുന്നതാണ്. അള്ളാഹുവിൻ്റെ വിധികളെയോ അള്ളാഹുവിൻ്റെ നിയമങ്ങളെയോ തീരുമാനങ്ങളെയോ മാറ്റാനോ തിരുത്താൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹിൻ്റെ തീരുമാനങ്ങൾ അതനുസരിച്ച് സുന്നത്തുല്ലാഹു ജാരിയത്ത് അള്ളാഹുവിൻ്റെ നടപടിക്രമങ്ങൾക്ക് നടന്നുകൊണ്ടേയിരിക്കും. അഹമ്മദ് കബീർ അൽ ബുഹാരി എടരിക്കോട്, നൂർ മിസ്ബാഹി, റഫീഖ് അമാനി തട്ടുമ്മൽ, ആസാദ് സഖാഫി, അബൂബക്കർ സിദ്ദിഖ് ലത്തീഫി, ഇബ്രാഹിം ബാഖവി, MDP അബ്ദുള്ള മൗലവി, സിദ്ദിഖ് അക്സരി കാമിൽ സഖാഫി, TV അൻസാർ, MDP ഷാദലി എന്നിവർ പങ്കെടുത്തു. നിരവധി മഹല്ല് നിവാസികളും ചടങ്ങിൽ പങ്കെടുത്തു. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം, നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.